ചില നിശബ്ദതകളുണ്ട്. കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദത. ചരിത്രം മരവിച്ചുപോയ ഒരു ലോകമായിരുന്നു അത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരങ്ങൾ മുതൽ പേർഷ്യൻ ഗൾഫിന്റെ മണൽപ്പരപ്പുകൾ വരെ നീളുന്ന ആ വിശാലമായ ഭൂപ്രദേശത്ത് 30-40 വർഷങ്ങളായി കാലം നിശ്ചലമായിരുന്നു. അവിടെ ജനതയെന്നാൽ ഭരണാധികാരികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച ചുമരുകൾ മാത്രമായിരുന്നു. അവിടെ നിയമം എഴുതപ്പെട്ടത് വിരലുകൾ കൊണ്ടായിരുന്നില്ല, തോക്കിൻ മുനകൾ കൊണ്ടായിരുന്നു. ജനങ്ങൾ ശ്വസിച്ചത് ഓക്സിജനല്ല, ഭയമായിരുന്നു. ഈജിപ്തിലെ കെയ്റോയിൽ, ലിബിയയിലെ ട്രിപ്പോളിയിൽ, സിറിയയിലെ ഡമാസ്കസിൽ ഓരോ തെരുവിലും ഒഴിഞ്ഞു നോക്കുന്ന 1000 കണ്ണുകളുണ്ടായിരുന്നു. ഏകാധിപത്യത്തിന്റെ ആ ഇരുമ്പുമറയ്ക്കപ്പുറം ഒരു മാറ്റമുണ്ടാകുമെന്ന് ലോകം സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷേ 2010 ഡിസംബർ 17 ട്യുണീഷ്യയിലെ ഒരു തെരുവിൽ അപമാനിതനായ ഒരു പാവപ്പെട്ട യുവാവ് തന്റെ ശരീരത്തിൽ തീ കൊളുത്തിയപ്പോൾ ആ ജ്വാലകളിൽ വെന്തുരുകിയത് അവന്റെ ശരീരം മാത്രമായിരുന്നില്ല. അത് അറബ് ലോകത്തെ അടക്കി ഭരിച്ച ഭയമെന്ന മഹാസൗധത്തിന്റെ അസ്ഥിവാരമായിരുന്നു. ആ ഒരു തീപ്പൊരി പടർന്നു പിടിച്ചത് ഒരു വൻകരയുടെ ആത്മാവിലേക്കായിരുന്നു. അൽ ഷാബ് യുരീദ് ഇസ്കാത്ത് അൽ നിസാം. സിംഹാസനങ്ങൾ വിറച്ചു, ചങ്ങലകൾ പൊട്ടിവീണു, പിരമിഡുകളെ സാക്ഷി നിർത്തി ജനത ഗർജിച്ചു. ചരിത്രത്തിന്റെ താളുകളിൽ ചോരയും കണ്ണീരും കൊണ്ടെഴുതപ്പെട്ട ഭയത്തിന്റെ മതിലുകൾ തകർത്തെറിഞ്ഞ ആ മഹാവിപ്ലവത്തിന്റെ കഥ. ഇതാണ് മാറ്റത്തിന്റെ വസന്തം. ഇതാണ് അറബ് വസന്തം. മുന്നോട്ടു പോകും മുൻപ് ഒരു ചെറിയ അപേക്ഷയാണ്. നമ്മുടെ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ? കൂടാതെ മറ്റു കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അറബ് വസന്തമെന്ന പ്രതിഭാസത്തിന്റെ കളിത്തൊട്ടിൽ വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ ട്യുണീഷ്യ ആയിരുന്നു. മെഡിറ്ററേനിയൻ തീരത്തുള്ള ഈ കൊച്ചു രാജ്യം 1987 മുതൽ സെയ്ൻ അൽ ആബിദീൻ ബിൻ അലി എന്ന ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഫ്രഞ്ചുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യ പ്രസിഡന്റ് ഹബീബ് ബൂർഗിബയെ അധികാരഭ്രഷ്ടനാക്കിയാണ് ബിൻ അലി അധികാരത്തിലെത്തിയത്. തുടക്കത്തിൽ അദ്ദേഹം ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും പിന്നീട് പൂർണ്ണമായ ഒരു സ്വേച്ഛാധിപതിയായി മാറി. ബിൻ അലിയുടെ ഭരണത്തിന്റെ മുഖമുദ്ര ഭീമമായ അഴിമതിയും സ്വജനപക്ഷപാതവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ലെയ്ല ട്രാബൽസിയും അവരുടെ വിപുലമായ കുടുംബവും രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചു. ബിസിനസ്സുകൾ, റിയൽ എസ്റ്റേറ്റ്, വിദേശ നിക്ഷേപങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും ട്രാബൽസി കുടുംബത്തിന് പങ്കാളിത്തമുണ്ടായിരുന്നു. ഈ മാഫിയ കുടുംബമെന്ന് ട്യുണീഷ്യൻ ജനത രഹസ്യമായി വിളിച്ചിരുന്ന കുടുംബം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പൂർണ്ണമായും ചൂഷണം ചെയ്തു. ട്യുണീഷ്യയുടെ GDPയുടെ 3% ട്രാബൽസി കുടുംബത്തിന്റെ കൈവശമായിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്നു. വിദ്യാഭ്യസ്തരായ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ 30% കടന്നു. ബിരുദധാരികൾക്ക് പോലും തെരുവുകളിൽ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ വന്നു. അടിസ്ഥാന ജീവിത ചിലവ് ക്രമാതീതമായി വർദ്ധിച്ചു. പലർക്കും നല്ല ഭക്ഷണം ഒരു സ്വപ്നം മാത്രമായി മാറി. ഈ ജനരോഷം ഒരു പൊട്ടിത്തെറിയിലേക്കെത്താൻ ഒരു തീപ്പൊരി മാത്രം മതിയായിരുന്നു. ആ തീപ്പൊരി ജ്വലിപ്പിച്ചത് മുഹമ്മദ് ബുവാസീസി എന്ന 26 വയസ്സുകാരനാണ്. 2010 ഡിസംബർ 17 സിദി ബൂസീദ് എന്ന ചെറുപട്ടണത്തിൽ വെച്ച് ലൈസൻസ് ഇല്ലാതെ പച്ചക്കറി വിറ്റു എന്ന കാരണത്താൽ ഫൈദ ഹംദി എന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അവന്റെ തട്ടുകട പിടിച്ചെടുക്കുകയും അവനെ പരസ്യമായി അപമാനിക്കുകയും ചെയ്തു. പലപ്പോഴും പോലീസിന്റെ കയ്യിൽ നിന്ന് അവൻ പീഡനമനുഭവിച്ചിരുന്നു. അപമാനിതനും നിസ്സഹായനുമായ ബുവാസീസി നീതിക്കായി പ്രാദേശിക ഭരണകൂടത്തിന്റെ അടുത്തുപോയെങ്കിലും ആരും അവനെ കേട്ടില്ല. സ്വന്തം പച്ചക്കറി വണ്ടി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ഒരേ ഒരു മാർഗമായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ ഗവർണറുടെ ഓഫീസിന് മുന്നിൽ വെച്ച് അവൻ സ്വന്തം ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തി. ബുവാസീസിയുടെ ആത്മഹത്യ ട്യുണീഷ്യൻ ജനതയുടെ ഉള്ളിലെ അമർഷത്തെ ആളിക്കത്തിച്ചു. അവന്റെ മരണം ഒരു പ്രതീകമായി മാറി. സിദി ബൂസീദിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം കാട്ടുതീ പോലെ രാജ്യമെങ്ങും പടർന്നുപിടിച്ചു. സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണുകളും ഈ വാർത്തകൾ അതിവേഗം പ്രചരിപ്പിച്ചു. റൊട്ടി, സ്വാതന്ത്ര്യം, അന്തസ് എന്ന മുദ്രാവാക്യം തെരുവുകളിൽ മുഴങ്ങി. ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ അടിച്ചമർത്തി. വെടിയൊച്ചകൾ ഉയർന്നു. നിരപരാധികൾ കൊല്ലപ്പെട്ടു.
എന്നാൽ ജനലക്ഷങ്ങൾ പിന്മാറാൻ തയ്യാറായില്ല. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, സാധാരണക്കാർ എല്ലാവരും ഒന്നിച്ചു. ബിൻ അലിയുടെ ഭരണകൂടം കൂടുതൽ ദുർബലമായി. സൈന്യം ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ വിസമ്മതിച്ചു. സൈനിക മേധാവികൾ ബിൻ അലിക്ക് പിന്തുണ നിഷേധിച്ചു. 2011 ജനുവരി 14 23 വർഷം ട്യൂണീഷ്യയെ അടക്കി ഭരിച്ച സൈൻ അൽ ആബിദീൻ ബിൻ അലി സൗദി അറേബ്യയിലേക്ക് പലായനം ചെയ്തു. ഒരു ജനകീയ മുന്നേറ്റത്തിലൂടെ ഒരു ഏകാധിപതി പുറത്താക്കപ്പെടുന്നത് അറബ് ലോകത്ത് ആദ്യമായിട്ടായിരുന്നു. ലോകം മുഴുവൻ ജാസ്മിൻ വിപ്ലവം എന്ന് വിളിക്കപ്പെട്ട ഈ സംഭവം അറബ് ലോകത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകി. ട്യൂണീഷ്യയിൽ നിന്ന് തുടങ്ങിയ ഈ മാറ്റത്തിന്റെ കാറ്റ് ഉടൻ തന്നെ അയൽ രാജ്യങ്ങളിലേക്ക് വീശാൻ തുടങ്ങി. അടുത്ത ഊഴം അറബ് ലോകത്തിന്റെ ഹൃദയമായ ഈജിപ്തിൻ്റേതായിരുന്നു. ട്യൂണീഷ്യ ലോകത്തിന് കാണിച്ചുകൊടുത്ത പാത ഭയത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് അറബ് ജനതയെ പഠിപ്പിച്ചു. ട്യൂണീഷ്യയിലെ വിജയം അറബ് ലോകത്തിലെ ഏറ്റവും വലുതും സ്വാധീനമുള്ളതുമായ രാജ്യമായ ഈജിപ്തിനെ അതിശക്തമായി സ്വാധീനിച്ചു. 30 വർഷമായി ഈജിപ്ത് ഭരിക്കുന്ന പ്രസിഡന്റ് ഹോസ്നി മുബാറക് മുൻ പ്രസിഡന്റ് അൻവർ സാദത്ത് കൊല്ലപ്പെട്ടതിനു ശേഷം 1981 അധികാരമേറ്റ വ്യക്തിയാണ്. ഈജിപ്തിനെ ഒരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റിയ മുബാറക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പൗരസ്വാതന്ത്ര്യം ഇല്ലാതാക്കി. രാഷ്ട്രീയ പാർട്ടികളെ അടിച്ചമർത്തുകയും എതിരാളികളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകൂടം സൈനിക പോലീസ് ശക്തിയെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. മുബാറക്കിന്റെ ഭരണത്തിൻ കീഴിലും അഴിമതി അതിരൂക്ഷമായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളായ ഗമാലിനും അലയ്ക്കും രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാൻ കൈക്കൂലി നൽകേണ്ട അവസ്ഥ വന്നു. സാധാരണക്കാർക്ക് അവശ്യവസ്തുക്കൾ വാങ്ങാൻ പോലും പ്രയാസമായി. ഈ ജനരോഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെ പ്രചരിക്കാൻ തുടങ്ങി. അറബ് വസന്തത്തിന് ഈജിപ്തിൽ വഴിത്തിരിവായൊരു സംഭവം 2010 ജൂണിൽ അലക്സാൻഡ്രിയയിൽ നടന്നു. ഖാലിദ് സയ്യിദ് എന്ന യുവാവിനെ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. സയ്യിദിന്റെ വികൃതമാക്കപ്പെട്ട ചിത്രം വി ആർ ഓൾ ഖാലിദ് സയ്യിദ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ പ്രചരിച്ചു. ഈ പേജ് ഈജിപ്തിലെ യുവതലമുറയെ ഒരുമിച്ചുകൂട്ടി. ഗൂഗിൾ എക്സിക്യൂട്ടീവായ വെയിൽ ഖോണിം ഈ പേജിനു പിന്നിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു. ട്യൂണീഷ്യയിലെ വിജയത്തിനു ശേഷം 2011 ജനുവരി 25 ഈജിപ്തിലെ പോലീസ് ദിനമായ അന്നേ ദിവസം ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടത്താൻ അവർ ആഹ്വാനം ചെയ്തു. ഈ ദിവസം പിന്നീട് ക്രോധത്തിന്റെ ദിനം, ഡേ ഓഫ് റേജ് എന്നറിയപ്പെട്ടു. ജനുവരി 25 കൈറോയിലെ പ്രശസ്തമായ തഹ്രീർ സ്ക്വയറിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. ദശലക്ഷക്കണക്കിന് ആളുകൾ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും മുബാറക്കിന്റെ രാജി ആവശ്യപ്പെട്ട് അവിടെ തമ്പടിച്ചു. തഹ്രീർ സ്ക്വയർ ഒരു വിപ്ലവത്തിന്റെ ഹൃദയമിടിപ്പായി മാറി. ഭരണകൂടം ജനങ്ങളെ നേരിടാൻ പോലീസിനെയും മുബാറക്കിന്റെ ഭരണകക്ഷിയിലെ ഗുണ്ടകളെയും അഥവാ ബെൽത്താഗിയെയും ഉപയോഗിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചു. മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ പ്രവർത്തനരഹിതമാക്കി. എന്നാൽ ഈ നീക്കങ്ങളൊന്നും ജനങ്ങളെ പിന്തിരിപ്പിച്ചില്ല. തഹ്രീർ സ്ക്വയർ ഒരു ചെറുനഗരമായി മാറി. ഡോക്ടർമാർ താൽക്കാലിക ക്ലിനിക്കുകൾ സ്ഥാപിച്ചു. യുവാക്കൾ ഭക്ഷണം ശേഖരിച്ചു വിതരണം ചെയ്തു. മുസ്ലിംകളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് പ്രാർത്ഥിച്ചും പരസ്പരം കാവൽ നിൽക്കുകയും ചെയ്തു. തഹ്രീറിലെ ബാറ്റിൽ ഓഫ് ദ ക്യാമൽസ് എന്നറിയപ്പെട്ട സംഭവത്തിൽ മുബാറക്കിന്റെ അനുകൂലികൾ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും വന്ന് പ്രതിഷേധക്കാരെ ആക്രമിച്ചെങ്കിലും ജനങ്ങൾ പിന്മാറിയില്ല. ഈ പോരാട്ടങ്ങൾ ലോകം മുഴുവൻ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങളിലൂടെ തത്സമയം കണ്ടു. ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. സൈന്യം ജനങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ വിസമ്മതിച്ചു. മുബാറക്കിന്റെ ഉത്തരവുകൾ അനുസരിക്കാൻ സൈനിക മേധാവികൾ തയ്യാറായില്ല. 18 ദിവസത്തെ കനത്ത പ്രതിഷേധങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനുമിടയിൽ 2011 ഫെബ്രുവരി 11 ഹോസ്നി മുബാറക് അധികാരമൊഴിഞ്ഞതായി വൈസ് പ്രസിഡന്റ് ഒമർ സുലൈമാൻ പ്രഖ്യാപിച്ചു. തഹ്രീർ സ്ക്വയർ ആനന്ദക്കണ്ണീരിൽ ആറാടി. ലോകം മുഴുവൻ ഈജിപ്ഷ്യൻ ജനതയുടെ വിജയത്തെ അഭിനന്ദിച്ചു. എന്നാൽ മുബാറക്കിന്റെ പതനം ഒരു തുടക്കം മാത്രമായിരുന്നു. ഈജിപ്ത് പിന്നീട് ജനാധിപത്യത്തിനും സൈനിക ഭരണകൂടത്തിനുമിടയിലുള്ള ഒരു വലിയ വടംവലിയിലേക്ക് നീങ്ങി. ഈജിപ്ഷ്യൻ വിപ്ലവം ഒരു പ്രതീക്ഷയുടെ കിരണമായിരുന്നു.
എന്നാൽ ആ പ്രകാശം എത്രകാലം നിലനിൽക്കുമെന്നത് അപ്പോഴും ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഈജിപ്ഷ്യൻ ജനതയുടെ ഈ വിജയം അറബ് ലോകത്തിന് പുതിയ ഊർജം നൽകി. എന്നാൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ചില രാജ്യങ്ങളിൽ വസന്തത്തിനു പകരം ശൈത്യകാലം കൊണ്ടുവരുമെന്ന് അപ്പോഴും ആരും അറിഞ്ഞിരുന്നില്ല. അറബ് വസന്തത്തിന്റെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തം നടന്നത് സിറിയയിലാണ്. ഈജിപ്തിനും ലിബിയയ്ക്കും വിഭിന്നമായി സിറിയയിലെ ഭരണകൂടം ജനകീയ പ്രക്ഷോഭങ്ങളെ നേരിട്ടത് ക്രൂരമായ സൈനിക ശക്തി ഉപയോഗിച്ചാണ്. അത് രാജ്യത്തെ ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. 1970 മുതൽ സിറിയ ഭരിക്കുന്നത് അസദ് കുടുംബമാണ്. ആദ്യം ഹാഫിസ് അൽ അസദും പിന്നീട് 2000-ൽ അദ്ദേഹത്തിന്റെ മകൻ ബഷർ അൽ അസദും. ബഷർ അൽ അസദ് ഒരു നേത്രരോഗ വിദഗ്ധനായിരുന്നു. അധികാരത്തിൽ വന്നപ്പോൾ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണം പിതാവിന്റെ പാത പിന്തുടർന്ന് ഏകാധിപത്യപരമായി മാറി. സിറിയയിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി മുറവിളി കൂട്ടാൻ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. അസദ് കുടുംബം ഭരിക്കുന്ന ബാത്ത് പാർട്ടിയുടെ പിടി ശക്തമായിരുന്നു. 2011 മാർച്ചിൽ ദാര എന്ന തെക്കൻ നഗരത്തിലെ ഒരു കൂട്ടം കുട്ടികൾ സ്കൂൾ മതിലിൽ വിപ്ലവ മുദ്രാവാക്യങ്ങൾ എഴുതിയതോടെയാണ് പ്രതിഷേധങ്ങൾ തുടങ്ങിയത്. ഡോക്ടർ, നിങ്ങളുടെ ഊഴമെത്തിയിരിക്കുന്നു എന്നായിരുന്നു ഒരു മുദ്രാവാക്യം. ഈ കുട്ടികളെ ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ നഖങ്ങൾ പിഴുതെടുക്കുകയും ചെയ്തു. ഈ സംഭവം സിറിയൻ ജനതയുടെ ഉള്ളിലെ അമർഷത്തെ ആളിക്കത്തിച്ചു. ദാരയിൽ തുടങ്ങിയ പ്രതിഷേധം സിറിയയിലെ മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു. ബഷർ അൽ അസദ് ട്യൂണീഷ്യൻ, ഈജിപ്ഷ്യൻ ഭരണാധികാരികളിൽ നിന്ന് പാഠം പഠിച്ചില്ല. സമാധാനപരമായ പ്രതിഷേധങ്ങളെ അദ്ദേഹം സൈനിക ശക്തി കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചു. സൈന്യവും പോലീസും പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിച്ചു. നിരായുധരായ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ ക്രൂരമായ അടിച്ചമർത്തൽ കാരണം പ്രതിഷേധക്കാർക്ക് സായുധരായി പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ സിറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. സിറിയൻ സൈന്യത്തിൽ നിന്ന് വേർപിരിഞ്ഞ സൈനികരും സാധാരണ പൗരന്മാരും ചേർന്ന് ഫ്രീ സിറിയൻ ആർമി രൂപീകരിച്ചു. സിറിയൻ ആഭ്യന്തര യുദ്ധം ഒരു വലിയ അന്താരാഷ്ട്ര പ്രോക്സി യുദ്ധമായി മാറി. ബഷർ അൽ അസദിന് റഷ്യ, ഇറാൻ, ലെബനനിലെ ഹിസ്ബുള്ള എന്നിവരുടെ ശക്തമായ പിന്തുണ ലഭിച്ചു. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് കൂടാതെ സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ വിമത ഗ്രൂപ്പുകളെ പിന്തുണച്ചു. ഈ വിദേശ ഇടപെടലുകൾ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. യുദ്ധം ക്രൂരമായിരുന്നു. നഗരങ്ങൾ ഒന്നൊന്നായി തകർന്നു. പുരാതന നഗരമായ അലപ്പോയുടെ വലിയ ഭാഗങ്ങൾ ബോംബാക്രമണങ്ങളിൽ നിലംപരിശായി. സിറിയൻ സൈന്യം കെമിക്കൽ ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്ന ആരോപണങ്ങളുണ്ടായി. യുദ്ധം സിറിയയെ ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 6.7 ദശലക്ഷം സിറിയക്കാർ സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുകയും 6.6 ലക്ഷം ആളുകൾ രാജ്യത്തിനകത്ത് തന്നെ അഭയാർത്ഥികളായി മാറുകയും ചെയ്തു. ഈ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഐസിസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ സിറിയയുടെ വലിയൊരു ഭാഗം പിടിച്ചെടുത്തു. അവർ ക്രൂരമായ നിയമങ്ങൾ നടപ്പിലാക്കുകയും അവിശ്വസനീയമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഐസിസിനെ നേരിടാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സഹ്യനം സിറിയയിൽ വ്യോമാക്രമണങ്ങൾ നടത്തി. സിറിയൻ അഭയാർത്ഥി പ്രതിസന്ധി ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ആയിരക്കണക്കിന് അഭയാർത്ഥികൾ കടലിൽ മുങ്ങിപ്പതിച്ചു. കടൽ തീരത്ത് മരിച്ചുകിടന്ന സിറിയൻ കുട്ടി ഐലൻ കുർദിയുടെ ചിത്രം ലോക മനസാക്ഷിയെ ഉണർത്തി. സിറിയൻ ജനതയ്ക്ക് വസന്തത്തിനു പകരം ലഭിച്ചത് ചോരയിൽ കുതിർന്ന ഒരു ശൈത്യകാലമായിരുന്നു. അസദ് ഭരണം നിലനിർത്തിയെങ്കിലും രാജ്യം പൂർണ്ണമായും തകർന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധം ഇന്നും അവസാനിക്കാത്ത ഒരു വലിയ ദുരന്തകാവ്യമായി തുടരുന്നു. അറബ് വസന്തത്തിന്റെ ഏറ്റവും ദാരുണമായ ഫലം സിറിയയിലാണ് ലോകം കണ്ടത്. അറബ് വസന്തത്തിന്റെ തീപ്പൊരി പടർന്നത് ഈജിപ്തിനും ലിബിയയ്ക്കും സിറിയയ്ക്കും മാത്രമല്ല, മറ്റു പല അറബ് രാജ്യങ്ങളിലും അതിന്റെ അലയൊലികളെത്തി. യമനും ബഹ്റൈനും അതിൽ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളായിരുന്നു. എന്നിരുന്നാലും ഈ രാജ്യങ്ങളിലെ പ്രതിഷേധങ്ങൾക്ക് മാധ്യമശ്രദ്ധ കുറവായിരുന്നു. കൂടാതെ ഈ പ്രക്ഷോഭങ്ങളുടെ ഫലങ്ങൾ കൂടുതൽ സങ്കീർണവും ദാരുണവുമായിരുന്നു. യമൻ, ദുരന്തങ്ങളുടെ ശൃംഖല. യമൻ അറബ് ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായിരുന്നു. പ്രസിഡന്റ് അലി അബ്ദുള്ള സാലിഹ് 33 വർഷമായി യമൻ ഭരിക്കുകയായിരുന്നു. അഴിമതിയും ഗോത്രവർഗ സംഘർഷങ്ങളും ഈ രാജ്യത്തെ എന്നും വേട്ടയാടിയിരുന്നു. സാലിഹിന്റെ ഭരണം ദുർബലവും അതേസമയം ക്രൂരവുമായിരുന്നു.
ട്യൂണീഷ്യൻ വിപ്ലവത്തിന് ശേഷം 2011 ജനുവരിയിൽ യമനിലും വലിയ പ്രതിഷേധങ്ങൾ തുടങ്ങി. സാലിഹിന്റെ രാജി ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ തലസ്ഥാനമായ സനയിലെ മാറ്റത്തിന്റെ സ്ക്വയറിൽ തമ്പടിച്ചു. സാലിഹ് ഭരണകൂടം പ്രതിഷേധക്കാരെ സൈനിക ശക്തി കൊണ്ട് നേരിട്ടു. സമാധാനപരമായ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തു. 2011 മാർച്ചിൽ സനയിൽ നടന്ന ഒരു കൂട്ടക്കൊലയിൽ 52 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം യമനിലെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാക്കി. ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ ഒരു സമാധാന പദ്ധതി മുന്നോട്ട് വച്ചെങ്കിലും സാലിഹ് തുടക്കത്തിൽ അതിനോട് സഹകരിച്ചില്ല. ഒടുവിൽ അദ്ദേഹത്തിന് നേരെ നടന്ന ഒരു വധശ്രമത്തിൽ പരിക്കേറ്റ ശേഷം 2011 നവംബറിൽ സാലിഹ് അധികാരമൊഴിയാൻ സമ്മതിച്ചു. അദ്ദേഹത്തിന് പകരം വൈസ് പ്രസിഡന്റ് അബ്ദുൽ റബ്ബ് മൻസൂർ ഹാദി പ്രസിഡന്റായി ചുമതലയേറ്റു. എന്നാൽ സാലിഹിന്റെ രാജി യമനിൽ സമാധാനം കൊണ്ടുവന്നില്ല. രാജ്യത്തെ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, അൽഖ്വയ്വയുടെ സാന്നിധ്യം, വടക്കൻ യമനിലെ ഷിയ വിഭാഗക്കാരായ ഹൂതി വിമതരുടെ വളർച്ച എന്നിവ രാജ്യത്തെ വീണ്ടും അസ്ഥിരപ്പെടുത്തി. 2014 ഹൂതി വിമതർ സന പിടിച്ചെടുക്കുകയും ഹാദി സർക്കാരിനെ പുറത്താക്കുകയും ചെയ്തു. ഇത് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ സൈനിക ഇടപെടലിന് കാരണമായി. ഇന്നും യമൻ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്നാണ് അവിടെ നടക്കുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലാണ്. കോളറ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. യമനിലെ വസന്തം ലോകം മറന്നുപോയ ഒരു ദുരന്ത കാവ്യമായി മാറി. ബഹ്റൈൻ. പേർഷ്യൻ ഗൾഫിലെ ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രമായ ബഹ്റൈൻ സൗദി അറേബ്യയുടെയും ഇറാനിലെയും തന്ത്രപ്രധാനമായ സ്ഥാനത്താണ്. അവിടെ സുന്നി വിഭാഗരുന്നു. ഈ വിവേചനവും മനുഷ്യാവകാശ ലംഘനങ്ങളും ബഹ്റൈനിലെ ഷിയ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിരുന്നു. ട്യൂണീഷ്യൻ വിപ്ലവത്തിനു ശേഷം 2011 ഫെബ്രുവരി 14 ബഹ്റൈനിലും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. മനാമയിലെ പേൾ റൗണ്ട് അബൌട്ടിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തമ്പടിച്ചു. അവർ രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി മുറവിളി കൂട്ടി. എന്നാൽ ബഹ്റൈൻ ഭരണകൂടം ക്രൂരമായാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. ഗൾഫ് മേഖലയിലെ സുന്നി ഭരണകൂടങ്ങൾക്ക് ബഹ്റൈനിലെ ഷിയ വിഭാഗക്കാർ നടത്തുന്ന പ്രതിഷേധം ഒരു ഭീഷണിയായി തോന്നി. ഇത് ഇറാൻ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കമായി അവർ കണ്ടു. 2011 മാർച്ചിൽ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തങ്ങളുടെ സൈനികരെ ബഹ്റൈനിലേക്ക് അയച്ചു. പെനിൻസുല ഷീൽഡ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഈ സൈനിക സഖ്യം പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ബഹ്റൈൻ ഭരണകൂടത്തെ സഹായിച്ചു. പേൾ റൗണ്ട് അബൌട്ടിൽ നിന്ന് പ്രതിഷേധക്കാരെ ഒഴിപ്പിച്ചു. പ്രധാനപ്പെട്ട പ്രതിഷേധ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ബഹ്റൈനിലെ വസന്തം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അടിച്ചമർത്തപ്പെട്ടു. ഇത് അറബ് വസന്തത്തിന്റെ ഒരു വിപരീത മുഖം കാണിച്ചു തന്നു. ഗൾഫ് രാജ്യങ്ങളിലെ യാഥാർത്ഥ്യ ഭരണകൂടങ്ങൾ തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏതറ്റം വരെ പോകുമെന്നും പ്രാദേശിക ശക്തികളുടെ ഇടപെടൽ ഒരു വിപ്ലവത്തെ എങ്ങനെ അട്ടിമറിക്കാമെന്നും ഇത് തെളിയിച്ചു. ഈ രാജ്യങ്ങളിലെ അനുഭവങ്ങൾ അറബ് വസന്തത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. ഓരോ രാജ്യത്തെയും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിപ്ലവങ്ങൾ വ്യത്യസ്തമായി രൂപാന്തരപ്പെട്ടു. ചിലയിടങ്ങളിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ അവശേഷിക്കുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ അത് കൂടുതൽ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കി. അറബ് വസന്തത്തെ ചരിത്രകാരന്മാർ പലപ്പോഴും ഫേസ്ബുക്ക് വിപ്ലവം അല്ലെങ്കിൽ ട്വിറ്റർ വിപ്ലവം എന്ന് വിളിക്കുന്നു. എന്നാൽ ഇത് കേവലം സാങ്കേതിക വിദ്യയുടെ മാത്രം വിജയമായിരുന്നില്ല. ദശാബ്ദങ്ങളായി ഔദ്യോഗിക മാധ്യമങ്ങൾ ഭരണാധികാരികളുടെ പുകഴ്ത്തലുകൾ മാത്രം പ്രക്ഷേപണം ചെയ്തിരുന്ന ഒരു ലോകത്ത് സാധാരണക്കാരൻ സ്വന്തം വാർത്താ ഏജൻസിയായി മാറി എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മുമ്പ് ഭരണകൂടത്തിന്റെ ക്രൂരതകൾ ആരും അറിയാതെ പോകുമായിരുന്നു. എന്നാൽ സ്മാർട്ട് ഫോണുകളുടെ വരവോടെ ഒരു പോലീസ് അതിക്രമം നടന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് ദശലക്ഷക്കണക്കിന് ആളുകളിലേക്കെത്തി. ഇത് ജനങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധം നൽകി. വിക്കിലീക്സ് പുറത്തുവിട്ട രേഖകൾ അറബ് ഭരണാധികാരികളുടെ അഴിമതിയുടെ ആഴം ജനങ്ങൾക്ക് കാണിച്ചുകൊടുത്തു. ട്യൂണീഷ്യൻ പ്രസിഡന്റ് ബിൻ അലിയുടെ കുടുംബത്തിന്റെ ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഖത്തർ ആസ്ഥാനമായുള്ള അൽ ജസീറ ചാനൽ ഈ വിപ്ലവത്തിന് ഒരു ആഗോള പ്ലാറ്റ്ഫോം നൽകി. സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകൾ അവർ തത്സമയം സംപ്രേഷണം ചെയ്തു. ഇത് ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളിലേക്കും വിപ്ലവ വീര്യം എത്തിക്കാൻ സഹായിച്ചു. ഈജിപ്തിൽ മുബാരക്കിന്റെ പതനത്തിനു ശേഷം രാജ്യം ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ചു. 2012 നടന്ന ആദ്യ ജനാധിപത്യ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാവായ മുഹമ്മദ് മോർസി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു.
എന്നാൽ ഇത് ഈജിപ്ഷ്യൻ സമൂഹത്തിൽ വലിയ വിള്ളലുകളുണ്ടാക്കി. മോർസിയുടെ ഭരണത്തിന് കീഴിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടില്ല, ഇസ്ലാമിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് മതേതരവാദികൾ ആരോപിച്ചു. ഇതോടെ ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങി. 2013 ജൂൺ 30 മോർസിക്കെതിരെ നടന്ന വമ്പിച്ച പ്രതിഷേധങ്ങൾക്ക് തുടർന്ന് അന്നത്തെ സൈനിക മേധാവി ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ സിസി അധികാരം പിടിച്ചെടുത്തു. മോർസി തടവിലാക്കപ്പെട്ടു. വിപ്ലവത്തിന്റെ ഏറ്റവും ഇരുണ്ട അധ്യായമായിരുന്നു റാബിയ അൽ അദവിയ സ്ക്വയറിലെ സംഭവം. മോർസിയെ അനുകൂലിച്ച പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 1000ഓളം പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ഈജിപ്തിലെ ജനാധിപത്യ സ്വപ്നങ്ങൾ താൽക്കാലികമായി അസ്തമിച്ചു. മുബാരക്കിനേക്കാൾ ശക്തമായ ഒരു സൈനിക ഭരണം ഈജിപ്തിൽ തിരിച്ചുവന്നു. എല്ലാ അറബ് രാജ്യങ്ങളിലും വിപ്ലവം രക്തച്ചൊരിച്ചിലിൽ അവസാനിച്ചില്ല. ചില ഭരണാധികാരികൾ ജനരോഷം തണുപ്പിക്കാൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി. മൊറോക്കോയിലെ രാജാവ് മുഹമ്മദ് ആറാമൻ പ്രതിഷേധങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തന്റെ അധികാരം കുറയ്ക്കുകയും പാർലമെന്റിന് കൂടുതൽ അധികാരം നൽകുകയും ചെയ്തു. ഇത് രാജ്യത്തെ വലിയൊരു കലാപത്തിൽ നിന്ന് രക്ഷിച്ചു. ജോർദാനിലെ അബ്ദുള്ള രാജാവും സമാനമായ രീതിയിൽ മന്ത്രിസഭകൾ മാറ്റിയും സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചും ജനങ്ങളെ ശാന്തരാക്കി. സൗദി അറേബ്യ തന്റെ പൗരന്മാർക്കായി വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ഏകദേശം $130 ബില്യൺ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് അവർ അവതരിപ്പിച്ചത്. ഇത് പ്രതിഷേധങ്ങൾ രാജ്യത്തേക്ക് പടരുന്നത് തടയാൻ സഹായിച്ചു. 2011 വിപ്ലവം പരാജയപ്പെട്ടു എന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി എന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു 2019 രണ്ടാം അറബ് വസന്തം ആരംഭിച്ചത്. 30 വർഷം ഭരിച്ച ഒമർ അൽ ബഷീറിനെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കി. ഇവിടെ സൈന്യവും ജനങ്ങളും തമ്മിലുള്ള നീണ്ട ചർച്ചകൾക്കൊടുവിൽ ജനാധിപത്യത്തിലേക്കുള്ള മാറ്റം ആരംഭിച്ചു. 20 വർഷമായി ഭരിക്കുന്ന ശാരീരികമായി അവശേഷനായ അബ്ദുൽ അസീസ് ബൂട്ടഫ്ലിക്ക 5ാം തവണയും മത്സരിക്കാൻ തുനിഞ്ഞപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി. ഹിറാക്ക് എന്നറിയപ്പെട്ട ഈ മുന്നേറ്റം അദ്ദേഹത്തെ രാജിവെക്കാൻ നിർബന്ധിതനാക്കി. മതപരമായ വേർതിരിവുകൾക്കും അഴിമതിക്കുമെതിരെ ജനങ്ങൾ ഒന്നിച്ചു. എല്ലാവരും പോകണം എന്നതായിരുന്നു ലെബനനിലെ മുദ്രാവാക്യം. അറബ് വസന്തത്തെ വെറുമൊരു രാഷ്ട്രീയ മാറ്റമായി മാത്രം കാണാൻ കഴിയില്ല. അതിന്റെ വേരുകൾ ആഴത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു. 2010 ലോകമെമ്പാടും ഗോതമ്പിന്റെ വില വർദ്ധിച്ചു. അറബ് രാജ്യങ്ങൾ ഗോതമ്പ് ഇറക്കുമതിയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഭക്ഷണത്തിന്റെ വില വർദ്ധിച്ചത് സാധാരണക്കാരെ തെരുവിലിറക്കാൻ പ്രേരിപ്പിച്ചു. അറബ് രാജ്യങ്ങളിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും 30 വയസ്സിന് താഴെയുള്ളവരാണ്. ഇവർക്ക് കൃത്യമായ തൊഴിലോ വരുമാനമോ ഇല്ലാത്തത് വലിയൊരു സാമൂഹിക സ്ഫോടനത്തിന് കാരണമായി. വിദ്യാഭ്യാസമുണ്ടായിട്ടും അന്തസ്സുള്ള ജോലി ലഭിക്കാത്ത യുവാക്കളുടെ നിരാശയാണ് തഹ്രീർ സ്ക്വയറിൽ പ്രതിഫലിച്ചത്. അറബ് വസന്തം പരാജയമായിരുന്നോ? സിറിയയിലെയും ലിബിയയിലെയും അവസ്ഥ കാണുമ്പോൾ പലരും അങ്ങനെ ചിന്തിച്ചേക്കാം. എന്നാൽ ചരിത്രമളക്കുന്നത് വർഷങ്ങൾ കൊണ്ടല്ല, ദശാബ്ദങ്ങൾ കൊണ്ടാണ്. ഈ വിപ്ലവം അറബ് ലോകത്തിന്റെ പൊളിറ്റിക്കൽ DNA മാറ്റിമറിച്ചു. ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി. ഏകാധിപതികൾക്ക് ഇനി പഴയതുപോലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല. മാറ്റമെന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല എന്നത് ലോകം കണ്ടു. വസന്തം കഴിഞ്ഞാൽ കഠിനമായ ശൈത്യമുണ്ടാകാം. എന്നാൽ ആ ശൈത്യത്തിനപ്പുറം മറ്റൊരു വസന്തം കാത്തിരിക്കുന്നുണ്ടാകും. അറബ് വസന്തം വിതച്ച വിത്തുകൾ ഇന്നും ആ മണ്ണിലുണ്ട്. അതെന്നെങ്കിലും പൂർണ്ണമായി വിരിയുക തന്നെ ചെയ്യും. മുന്നോട്ടു പോകും മുൻപ് ഒരു ചെറിയ അപേക്ഷയാണ്. നമ്മുടെ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ? കൂടാതെ മറ്റു കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.